ആളുകൾ പല റിലേഷൻഷിപ്സിൽ ആകുന്ന സമയത്ത് അത് ഫ്രണ്ട്ഷിപ്പ് ആവാം, റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് ആവാം, മാരിറ്റൽ റിലേഷൻഷിപ്പ് ആവാം. കൂടുതലും ആളുകളുടെ ഇമോഷൻസിന് സെൻസിറ്റീവ് ആയിക്കൊണ്ട് നിൽക്കുന്ന ഒരു പേഴ്സണാലിറ്റി പ്രകൃതമാണ് എംപത്ത് പേഴ്സണാലിറ്റി എന്ന്. നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഉള്ള ആളുകൾ കൂടുതലായിട്ടും സെൽഫ് സെൻറ്റേർഡ് ആയിരിക്കും. അവർ കൂടുതലായിട്ടും അഡ്മിറേഷൻസും വാലിഡേഷൻസും സീക്ക് ചെയ്യുന്ന തരം ആളുകളായിരിക്കും. ഹായ്, ഞാൻ റസ അഹമ്മദ്, ഒപ്പത്തിലെ കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ട്രോമ ബോണ്ടിനെ കുറിച്ചാണ്. അതിൽ വളരെ റെലവൻ്റ് ആയിട്ടും ആരും അധികം ചർച്ച ചെയ്യാത്ത ഒരു പ്രധാനപ്പെട്ട ട്രോമ ബോണ്ടിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എംപത്ത് നാർസിസിസ്റ്റിക് ട്രോമ ബോണ്ട് എന്ന വിഷയത്തിലാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ആദ്യം നമുക്ക് എന്താണ് ട്രോമ ബോണ്ട് എന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. ഒരു ട്രോമ ബോണ്ട് എന്ന് പറയുന്നത് ആളുകളുടെ ട്രോമ അൺകോൺഷ്യസ് ആയിട്ട് ഹീൽ ചെയ്യാനുള്ള ഒരു ശ്രമമാണ് ഒരു ട്രോമ ബോണ്ട് ഫോം ചെയ്യുന്നത്. ആളുകൾ പല റിലേഷൻഷിപ്സിൽ ആകുന്ന സമയത്ത് അത് ഫ്രണ്ട്ഷിപ്പ് ആവാം, റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് ആവാം, മാരിറ്റൽ റിലേഷൻഷിപ്പ് ആവാം, കൊളീഗ്സുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ആവാം, ബോസുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ആവാം. ഈ പല റിലേഷൻഷിപ്പുകളിൽ ആളുകളുടെ അൺകോൺഷ്യസ് ആയിട്ട് അവർ ഹീൽ ചെയ്യപ്പെടേണ്ട അവരുടെ ഭാഗങ്ങൾ ആ റിലേഷൻഷിപ്പിലൂടെ അൺകോൺഷ്യസ് ആയിട്ട് ഹീൽ ചെയ്യാനുള്ള ശ്രമമാണ് ട്രോമ ബോണ്ടുകളെ ഫോം ചെയ്യുന്നത്. ട്രോമ ബോണ്ടുകളിൽ തന്നെ ഏറ്റവും റെലവൻ്റ് ആയിട്ടും അധികം ആരും ചർച്ച ചെയ്യാത്തതുമായിട്ടുള്ള ഒരു ട്രോമ ബോണ്ടാണ് എംപത്ത് നാർസിസിസ്റ്റിക് ട്രോമ ബോണ്ട് എന്ന് പറയുന്നത്. എംപത്ത് എന്നുള്ള ഒരു പേഴ്സണാലിറ്റിയും നാർസിസിസ്റ്റിക് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയും തമ്മിൽ രൂപപ്പെടുന്ന ഒരു ട്രോമ ബോണ്ടാണ് എംപത്ത് നാർസിസിസ്റ്റിക് ട്രോമ ബോണ്ട് എന്നുള്ളത്. ഇനി നമുക്ക് ആദ്യം എംപത്ത് എന്നുള്ള പേഴ്സണാലിറ്റി ടൈപ്പിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. കൂടുതലും ആളുകളുടെ ഇമോഷൻസിന് സെൻസിറ്റീവ് ആയിക്കൊണ്ട് നിൽക്കുന്ന ഒരു പേഴ്സണാലിറ്റി പ്രകൃതമാണ് എംപത്ത് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. മറ്റൊരാളെ ആഴത്തിൽ മനസ്സിലാക്കാനും അവരെ ഇമോഷൻസിനെ റീഡ് ചെയ്യാനും അവരെ ഒരു പുസ്തകം വായിക്കുന്ന പോലെ വായിച്ചെടുക്കാനും സാധിക്കുന്ന വളരെ ഇൻറ്റ്യൂറ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ടൈപ്പാണ് എംപത്ത് പേഴ്സണാലിറ്റി ടൈപ്പ് എന്ന് പറയുന്നത്. കൂടുതലായിട്ടും സ്ത്രീകളിലാണ് ഒരു എംപത്ത് പേഴ്സണാലിറ്റി ടൈപ്പ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. പൊതുവെ കൈൻഡായിട്ടും കമ്പാഷനേറ്റ് ആയിട്ടും കാണപ്പെടുന്ന എംപത്ത് പേഴ്സണാലിറ്റി ടൈപ്പുകൾ തങ്ങളുടെ വ്യക്തിബോധത്തിനപ്പുറത്തേക്ക് മറ്റൊരാളെ പരിഗണിക്കാനും അവരുടെ നീഡ്സിനെ പരിഗണിക്കാനും സാധിക്കുന്ന വ്യക്തിത്വങ്ങളാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും അവരുടെ നീഡ്സിനപ്പുറത്ത് മറ്റൊരാളുടെ നീഡ്സിന് പ്രാധാന്യം നൽകുന്ന ഒരു പേഴ്സണാലിറ്റി ടൈപ്പാണ് എംപത്ത് പേഴ്സണാലിറ്റി ടൈപ്പ് എന്ന് പറയുന്നത്. അടുത്തതായിട്ട് നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റിയെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഈ എംപത്ത് എന്നുള്ള പേഴ്സണാലിറ്റി ടൈപ്പിൻ്റെ നേരെ വിപരീതമായിട്ടുള്ള ഒരു പോളാർ ഓപ്പോസിറ്റാണ് നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. എപ്പോഴും അവർ സ്പെഷ്യലാണെന്ന് പറയുന്ന ആളുകളായിരിക്കും, അവർ സ്പെഷ്യലായിട്ട് അവരെ ട്രീറ്റ് ചെയ്യണമെന്ന് അവകാശപ്പെടുന്ന ആളുകളായിരിക്കും. ഇത്തരം പേഴ്സണാലിറ്റി ട്രൈറ്റുകളുള്ള ഒരു വ്യക്തിത്വമാണ് നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. എപ്പോഴും അവരുള്ളിൽ ഒരു ശൂന്യത അനുഭവിക്കുന്ന ആളുകളായിരിക്കും. എപ്പോഴും നോവൽറ്റി സീക്കിങ് അവരിൽ കൂടുതലായിട്ട് ഉണ്ടാവും. അപ്പം ഇത്തരം ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ഒരു പേഴ്സണാലിറ്റി ടൈപ്പാണ് നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി എന്നുള്ളത്. ഇനി നമുക്ക് എങ്ങനെയാണ് ഒരു നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റിയും എംപതും തമ്മിൽ ഒരു ട്രോമ ബോണ്ട് ഫോം ചെയ്യുന്നത് എന്നത് ഡിസ്കസ് ചെയ്യാം. പൊതുവെ വളരെ എംപതറ്റിക് ആയിട്ടുള്ള ഒരു നേച്ചറുള്ള ഒരു എംപത്ത് പേഴ്സണാലിറ്റി ടൈപ്പ് എപ്പോഴും നാർസിസിസ്റ്റിക് ട്രൈറ്റ്സിലേക്ക് അട്രാക്റ്റഡ് ആവാനുള്ള സാധ്യത ഉണ്ട്. കാരണം ഒരു നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് അവരുടെ ചൈൽഡ്ഹുഡിലും അപ്ബ്രിങ്ങിങ്ങിലും വളരെയധികം ട്രോമ എക്സ്പീരിയൻസ് ചെയ്ത ആളുകളായിരിക്കും. അപ്പോൾ ഒരു എംപത്ത് പേഴ്സണാലിറ്റി ടൈപ്പിന് ഇത് വളരെ അൺകോൺഷ്യസ് ആയിട്ട് ഈ ഒരു ഡീപ്പറായിട്ടുള്ളൊരു ഇമോഷണൽ ട്യൂണിങ് അവരിൽ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പുറത്തുള്ള ആൾ അഥവാ നാർസിസിസ്റ്റിക് ആയിട്ടുള്ള ആൾ എന്തോ ഒരു പ്രശ്നമുള്ള ആളാണെന്നും അവരെ ഞാൻ ഹെൽപ്പ് ചെയ്യണം എന്നുള്ളതൊരു അൺകോൺഷ്യസ് ആയിട്ടുള്ള ഒരു തോട്ട്, ഒരു ആഗ്രഹം ഈ ഒരു എംപതിൽ പൊതുവേ കാണപ്പെടുന്നുണ്ട്. എന്നാൽ ഓപ്പോസിറ്റ് സൈഡിൽ നാർസിസിസ്റ്റിക് ആയിട്ടുള്ള ആൾ ഒരു എംപതിനെ കാണുമ്പോൾ കൂടുതലായിട്ട് അട്രാക്റ്റഡ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം നാർസിസിസ്റ്റിക് ആയിട്ടുള്ള ആൾ കൂടുതലായിട്ടും ചൈൽഡ്ഹുഡ് ട്രോമ ഉള്ള ഒരാളായതുകൊണ്ട് തന്നെ ഒരു എംപത് ആയിട്ടുള്ള ആളിൽ അയാളുടെ ട്രോമ അൺകോൺഷ്യസ്ലി ഹീലാവും എന്നുള്ളൊരു അൺകോൺഷ്യസ് തോട്ടും അയാളിലുണ്ട്. അപ്പോൾ ഈ രണ്ട് ഫാക്ടേഴ്സുമാണ് ഒരു നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റിയെയും എംപതിനെയും തമ്മിൽ അട്രാക്റ്റ് ചെയ്യിപ്പിക്കുന്നത്. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ട്രോമ ബോണ്ട് ഡെവലപ്പ് ആവുന്നത് നോക്കാം. ആദ്യത്തെ ഫേസ് എന്ന് പറയുന്നത് ഇൻടോക്സിക്കേറ്റിംഗ് ഫേസ് ആണ്. ഇതിന് ലവ് ബോംബിംഗ് എന്നും പറയാറുണ്ട്. ഒരു എംപതും നാർസിസിസ്റ്റും ആയിട്ടുള്ള ആൾ പരസ്പരം അട്രാക്റ്റ് ചെയ്യുകയും അവർ പരസ്പരം അവരുടെ ഇമോഷണൽ നീഡ്സിനെ
ഷെയർ ചെയ്യുകയും ചെയ്യുന്ന സമയത്ത് ഒരു ഡീപ്പർ ഇമോഷണൽ കണക്ഷൻ അവരിൽ സംഭവിക്കുന്നതാണ്. ഈ ഒരു റിലേഷൻഷിപ്പിൽ നാർസിസിസ്റ്റിക് ആയിട്ടുള്ള ആളിൽ നിന്ന് കിട്ടുന്ന അറ്റൻഷൻ, കെയറിങ് കൈൻഡ് ഓഫ് ബിഹേവിയേഴ്സ് എമ്പതായിട്ടുള്ള ആളിൽ കൂടുതൽ സ്പെഷ്യലായിട്ട് തോന്നിപ്പിക്കുകയും വാല്യൂഡ് ആയിട്ട് തോന്നിപ്പിക്കുകയും റെസ്പെക്റ്റഡ് ആയിട്ട് തോന്നിപ്പിക്കുകയും ചെയ്യുന്നതാണ്. ആ ഒരു ഘട്ടത്തിലാണ് ഇൻടോക്സിക്കേറ്റിംഗ് ഫേസിൽ അവർ പരസ്പരം ഡീപ്പറായിട്ടുള്ളൊരു ട്രോമ ബോണ്ട് ഡെവലപ്പ് ചെയ്യുന്നത്. ഒരു നാർസിസിസ്റ്റിക് ആയിട്ടുള്ള പേഴ്സണാലിറ്റി തൻ്റെ എമ്പതായിട്ടുള്ള പാർട്ട്ണറിനെ ഈ രീതിയിൽ വളരെയധികം ഇൻടോക്സിക്കേറ്റിംഗ് ഫേസിൽ വളരെയധികം മനോഹരമായിട്ട് ട്രീറ്റ് ചെയ്യുന്ന സമയത്ത്, ഒരുപാട് അറ്റൻഷൻ കൊടുക്കുന്ന സമയത്ത്, അവരുടെ ഇമോഷണൽ നീഡ്സ് മീറ്റ് ചെയ്യിപ്പിക്കുന്ന സമയത്ത് ഒരു സ്പെഷ്യലായിട്ടും വാല്യൂഡായിട്ടും ഈ ഒരു ഐഡിയലൈസേഷൻ ഈ നാർസിസിസ്റ്റ് എമ്പതിന് കൊടുക്കുന്നുണ്ട്. ആദ്യത്തെ ആ ഒരു ഇൻടോക്സിക്കേറ്റിംഗ് ഫേസിന് ശേഷമാണ് യഥാർത്ഥമായി ആ ട്രോമ ബോണ്ടിൻ്റെ എഫക്ട്സ് പ്രകടമാകുന്നത്. തൻ്റെ ചൈൽഡ്ഹുഡിലുണ്ടായ ട്രോമാസും മറ്റു കാര്യങ്ങളും അൺകോൺഷ്യസ് ആയിട്ട് പുറത്ത് വരുന്ന ഒരു സ്റ്റേറ്റാണ് രണ്ടാമത്തെ ഫേസ് എന്ന് പറയുന്നത്. ആ ഫേസിൽ കൂടുതലായിട്ടും ഒരു നാർസിസിസ്റ്റ് ഇതുവരെ ബിഹേവ് ചെയ്തതിനും ഓപ്പോസിറ്റായിട്ട് ബിഹേവ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നു. ഈ ഒരു ഫേസിൽ ഡി ഇവാലുവേഷൻ എന്ന് പറഞ്ഞ ഒരു ഫേസാണ്. ഈ ഒരു ഫേസിലാണ് ഒരു നാർസിസിസ്റ്റിക് ആയിട്ടുള്ള ആൾ കൂടുതലായിട്ടും ഒരു പെഡസ്റ്റലിൽ കയറ്റി വെച്ചിട്ടുള്ള ആ എമ്പതിനെ ക്രിട്ടിസൈസ് ചെയ്യാനും ബിലിറ്റിൽ ചെയ്യാനും മാനിപ്പുലേറ്റ് ചെയ്യാനും അവരുടെ സെൽഫ് എസ്റ്റീമിനെ തകർക്കാനും ശ്രമിക്കുന്നത്. പിന്നീടുള്ളൊരു ഫേസാണ് ഡിസ്കാർഡ് എന്ന് പറയുന്നൊരു ഫേസ്. പതിയെ നാർസിസിസ്റ്റിക് ആയിട്ടുള്ള പേഴ്സണാലിറ്റി എമ്പതുമായിട്ട് ഡിറ്റാച്ച് ചെയ്യാൻ ശ്രമിക്കുന്നു. അത് ഒരു ട്രോമ ബോണ്ടിൻ്റെ മെയിനായിട്ടുള്ളൊരു ഫേസാണ്. ഒരു ഇമോഷണൽ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാകുന്നൊരു ഫേസാണ് ഈ ഒരു ഫേസ് എന്ന് പറയുന്നത്. പതിയെ നാർസിസിസ്റ്റിക് ആയിട്ടുള്ള പേഴ്സണാലിറ്റി ആ ഒരു പാർട്ട്ണറിനെ പതിയെ വിത്ഡ്രോ ചെയ്ത് കംപ്ലീറ്റ്ലി ഒന്നെങ്കിൽ ആ പാർട്ട്ണറിനെ ഗോസ്റ്റ് ചെയ്യുന്ന രീതിയിലേക്കോ അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ആ റിലേഷൻഷിപ്പ് അബാൻഡൻ ചെയ്യുന്ന രീതിയിലേക്കോ കൊണ്ടെത്തിക്കും എന്നുള്ളതാണ് ഈ ഡിസ്കാർഡ് ഫേസിൻ്റെ പ്രത്യേകത എന്നുള്ളത്. ഈ ഒരു ട്രോമ ബോണ്ട് മൂലം എമ്പതിന് ഒരുപാട് ഇൻറ്റൻസ് ആയിട്ടുള്ള രീതിയിലുള്ള ഇമോഷണൽ ഡാമേജ് ആണ് സംഭവിക്കുന്നത്. എമ്പത് ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിലേക്ക് പോവുകയും ആങ്സൈറ്റി, ഡിപ്രഷൻ പോലെയുള്ള മെൻ്റൽ പ്രോബ്ലംസ് ഫേസ് ചെയ്യുകയും ചെയ്യാറുണ്ട്. ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഇനീഷ്യൽ ഫേസസ് വളരെയധികം ഐഡിയലൈസേഷൻ ഉണ്ടായതുകൊണ്ട് തന്നെ എമ്പതിന് ഒരുതരം കൺഫ്യൂഷനാണ് കൂടുതലായിട്ടും അനുഭവപ്പെടുക. ഇനി തൻ്റെ ഭാഗത്താണോ പ്രശ്നമുള്ളത്, താനാണോ കുറ്റക്കാരി അല്ലെങ്കിൽ കുറ്റക്കാരൻ, ഈ രീതിയിലാണ് ഒരു എമ്പത് കൂടുതലായിട്ടും ചിന്തിക്കാറുള്ളത്. കോഗ്നിറ്റീവ് ഡിസ്സൊണൻസ് എന്ന് പറയുന്ന ഒരു ഫിനോമിനനാണ് ഈ ഒരു സമയത്ത് ഒരു എമ്പത് ഫേസ് ചെയ്യുന്നത്. തൻ്റെ പാർട്ട്ണറിൽ ഒരേ സമയം തന്നെ ശരികളും തെറ്റുകളും കാണാൻ കഴിയുന്ന ഒരു സ്റ്റേറ്റാണ്, ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റാണ് കോഗ്നിറ്റീവ് ഡിസ്സൊണൻസ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് സ്റ്റോക്ക്ഹോം സിൻഡ്രോം ആണ്. ഒരു എമ്പതിൽ ഡെവലപ്പ് ചെയ്യുന്ന ഒരു ഫിനോമിനനാണ് സ്റ്റോക്ക്ഹോം സിൻഡ്രോം. ഈ ഒരു സ്റ്റോക്ക്ഹോം സിൻഡ്രോം എന്ന് പറയുന്നത് തൻ്റെ പാർട്ട്ണറിനെ ഐഡിയലൈസ് ചെയ്യുകയും തൻ്റെ ഭാഗത്താണ് മിസ്റ്റേക്ക് എന്ന് ഉറച്ചു വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു ഫിനോമിനയാണ് സ്റ്റോക്ക്ഹോം സിൻഡ്രോം എന്ന് പറയുന്നത്. ആ ഒരു സ്റ്റോക്ക്ഹോം സിൻഡ്രോം ഫിനോമിനയിൽ ഈ എമ്പതായിട്ടുള്ള ആൾ ഓപ്പോസിറ്റുള്ള പാർട്ട്ണറെ ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയും ആളുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല, ഞാനാണ് തിരുത്തേണ്ടത്, എൻ്റെ ചിന്തിക്കുന്നതിൻ്റെ കുഴപ്പമാണ് അല്ലെങ്കിൽ എൻ്റെ ബിഹേവിയറിൻ്റെ, എൻ്റെ പേഴ്സണാലിറ്റിയുടെ കുഴപ്പമാണ് എന്നുള്ള രീതിയിലേക്ക് ആ റിയാലിറ്റിയെ, ആ കോണ്ടെക്സ്റ്റിനെ വളച്ചൊടിക്കാൻ വേണ്ടി ശ്രമിക്കും എന്നുള്ളതാണ് സ്റ്റോക്ക്ഹോം സിൻഡ്രത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. നാർസിസിസ്റ്റിക് ആയിട്ടുള്ള ഒരു പാർട്ട്ണറിൽ നിന്നുണ്ടാകുന്ന നിരന്തരം ഉണ്ടാകുന്ന അബ്യൂസീവ് ബിഹേവിയർ മൂലം ഒരു ലേൺഡ് ഹെൽപ്ലെസ്നെസ് എന്ന് പറയുന്ന ഒരു ഫിനോമിന ഇവിടെ എമ്പതായിട്ടുള്ള പാർട്ട്ണറിൽ ഡെവലപ്പ് ചെയ്യുന്നുള്ളതാണ്. തൻ്റെ സിറ്റുവേഷൻസ് ഒരിക്കലും തന്നെ മാറ്റാൻ സാധിക്കില്ല, ഇത് തൻ്റെ വിധിയാണ്, ഇതുമായിട്ട് മുന്നോട്ട് പോവുകയല്ലാതെ വഴിയില്ല എന്നുള്ള രീതിയിൽ ഒരു ലേൺഡ് ഹെൽപ്ലെസ്നെസ് അവിടെ പാർട്ട്ണറിൽ രൂപപ്പെടും എന്നുള്ളതാണ് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം. അപ്പോൾ ഇതാണ് ഒരു എമ്പത് നാർസിസിസ്റ്റിക് ട്രോമ ബോണ്ടിൻ്റെ ഒരു ഓവർവ്യൂ എന്നുള്ളത്. ഇനി നമുക്ക് എങ്ങനെ ഇത്തരം ട്രോമ ബോണ്ടുകളെ ഹീൽ ചെയ്യാൻ സാധിക്കുമെന്നുള്ളത് നോക്കാം. ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ട്രോമ ബോണ്ടിൻ്റെ ഇന്നർ ഡൈനാമിക്സ് ആണ്. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് പോലെ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ ട്രോമ ബോണ്ടിലാണ് എന്നുള്ള തിരിച്ചറിവാണ് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. പിന്നീട് നിങ്ങൾക്കൊരു സപ്പോർട്ട് സീക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അതൊരു തെറാപ്പിസ്റ്റ് ആവാം, നിങ്ങളുടെ അടുത്ത ഫ്രണ്ട് ആവാം. ഏറ്റവും നല്ലത് ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു തെറാപ്പിസ്റ്റിനെ നിങ്ങൾ കണ്ടെത്തിക്കൊണ്ട് അവരുമായിട്ട് ഈ ഒരു പ്രോബ്ലം ഡിസ്കസ് ചെയ്യുക എന്നുള്ളതാണ് ഈ ട്രോമ ബോണ്ടിനെ ഹീൽ ചെയ്യാനുള്ള ആദ്യത്തെ സ്റ്റെപ്പ് എന്നുള്ളത്. ഒരു നാർസിസിസ്റ്റിക് ആയിട്ടുള്ള ആൾ ഒരു ഇൻസൈറ്റ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് അവിടെ പ്രധാനമായിട്ടുള്ള കാര്യം. തൻ്റെ ബിഹേവിയേഴ്സ്, തൻ്റെ അബ്യൂസീവ് ബിഹേവിയേഴ്സ് പാർട്ട്ണറിൽ എത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് തിരിച്ചറിയുകയും പ്രോബ്ലം തൻ്റെ ഭാഗത്താണ് എന്നുള്ള തിരിച്ചറിയുകയും ചെയ്യലാണ്
ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻസൈറ്റ് ഫേസ് എന്നുള്ളത്. ആ ഒരു സമയത്താണ് ഒരു നാർസിസ്റ്റിക് ആയിട്ടുള്ള പേഴ്സണാലിറ്റി ഒരു സപ്പോർട്ട് സീക്ക് ചെയ്യേണ്ടത്. താൻ പലപ്പോഴായിട്ടും പാർട്ട്ണറിൻ്റെ മേലിലായിരിക്കും കംപ്ലീറ്റ് ബ്ലെയിമും അടിച്ചേൽപ്പിക്കുന്നത്. എന്നാൽ തൻ്റെ ഭാഗത്തും പല കാര്യങ്ങളും മാറ്റേണ്ടതെന്നും ഹീൽ ചെയ്യപ്പെടേണ്ടതെന്നും തിരിച്ചറിയലാണ് ഈ ഒരു ഫേസിൻ്റെ ഇമ്പോർട്ടൻസ് എന്നുള്ളത്. ഒരു എംപതിനെ സംബന്ധിച്ചിടത്തോളം കൂടുതലായിട്ടും അനുഭവപ്പെടുന്നത് ഒരു സെൽഫ് ഡൗട്ടും സെൽഫ് ബ്ലെയിമിംഗ് ആണ്. പ്രോബ്ലം കംപ്ലീറ്റ്ലി തൻ്റെ ഭാഗത്താണെന്ന് അടിയുറച്ച് വിശ്വസിക്കുകയും പാർട്ട്ണറിനെ ഐഡിയലൈസ് ചെയ്യുകയും ചെയ്യുന്ന ആ ഒരു കാര്യമാണ് അവരെ കൂടുതൽ സഫർ ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ ഒരു എംപത് തിരിച്ചറിയേണ്ടത് കംപ്ലീറ്റ്ലി ഇത് തൻ്റെ പ്രോബ്ലം അല്ലെന്നും തൻ്റെ പാർട്ട്ണറിൻ്റെ കൂടിയും പ്രോബ്ലമാണെന്നും കംപ്ലീറ്റ്ലി ഇത് തൻ്റെ മേലിലേക്ക് അടിച്ചേൽപ്പിക്കേണ്ട കാര്യമില്ലെന്നും കൺഫ്യൂസ്ഡ് സ്റ്റേറ്റ് റിക്കവർ ചെയ്യേണ്ടതുണ്ടെന്നും എന്നുള്ള ഇൻസൈറ്റ് ക്രിയേറ്റ് ചെയ്യലാണ് അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതോടൊപ്പം തന്നെ തൻ്റെ സെൽഫ് കെയറിലും മറ്റും ഇമ്പോർട്ടൻസ് കൊടുക്കലും അതുപോലെ കൃത്യമായി നാർസിസ്റ്റിക് ആയിട്ടുള്ള പേഴ്സണാലിറ്റിയിൽ നിന്ന് ഒരു കൃത്യമായ ബൗണ്ടറി, ഇമോഷണൽ ബൗണ്ടറി ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യലാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതുപോലെ തന്നെ ഒരു പ്രൊഫഷണൽ സൈക്കോളജിസ്റ്റിൻ്റെ ഹെൽപ്പ് സീക്ക് ചെയ്തും കൊണ്ട് തന്നെ കൃത്യമായ ഒരു പ്രൊസീജിയറിലൂടെ ഈ ട്രോമ ബോണ്ടിനെ ഹീൽ ചെയ്തെടുക്കാനും അതിൽ നിന്ന് ഒരു നല്ല റിലേഷൻഷിപ്പ് ഫോം ചെയ്യാനും സാധിക്കുന്നതാണ്. അതിനാണ് ഒരു എംപത് അവിടെ പ്രാധാന്യം കൊടുക്കേണ്ടത്. സോ എംപത് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ട്രോമ ബോണ്ടിൻ്റെ ഒരു ഓവർവ്യൂ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. കൂടുതലായിട്ടുള്ള സൈക്കോളജിക്കൽ സപ്പോർട്ടിനും ഗൈഡൻസിനും വേണ്ടിയിട്ട് ഒപ്പത്തിലെ കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റുകളെ നിങ്ങൾക്ക് സമീപിക്കാം. അതോടൊപ്പം തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം ചാനലിന്. കൂടുതൽ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്താം. മറ്റൊരു വീഡിയോവുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.